ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 46. വിശ്വരൂപദർശനം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാരാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. അയി ദേവപുരാകിലൻ ത്വയി സ്വയമുത്ഥാനശയോസ്തനന്ദയേ പരിജൃംഭണതോ വ്യവാവൃതേ വദനേ വിശ്വം ആദഷ്ടവല്ലഭീ. അന്വയം. അർത്ഥം. അയീ ദേവ, അല്ലയോ ഭഗവാനെ, പുരാകില, പണ്ടൊരിക്കൽ, സ്തനന്തയെ, മുലകുടിപ്രായത്തിൽ കഴിയുന്ന, ത്വയി, അങ്ങ്, സ്വയം, തന്നെത്താൻ, ഉത്ഥാനശയെ, മലർന്നു കിടക്കുമ്പോൾ, പരിജൃംഭണത, കോട്ടുവാ ഇടുന്നതിനാൽ, വ്യവാവൃതെ, വലർക്കെ തുറന്ന, വദനെ, മുഖത്തിൽ, വല്ലഭി, ഗോപസ്ത്രീയായ യശോദ, വിശ്വം, സകല ലോകവും, ആജഷ്ട, കണ്ടു. ഹരിവും. സാരം. മുല കുടിച്ചിട്ട് മലർന്നു കിടന്ന ഭഗവാൻ കോട്ടുവാ കൊണ്ട് വാ പിളർന്നു. ഭഗവാന്റെ വായ്ക്കുള്ളിൽ യശോദ സർവചരാചരങ്ങളും നിറഞ്ഞ ലോകം കണ്ടു. ഹരിവും. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. പുനരപ്യത ബാലകൈ സമം ത്വയി ലീലാ നിരതേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചന കൃത തപ മൃദുഭോജനമൂജുൻ അഭ്ഭഗ. അന്വയം. അർത്ഥം. ജഗത്പദേ, ജഗന്നിയന്താവേ. അഥ, പിന്നീട്. പുനരവി, വേറൊരു സന്ദർഭത്തിലും. ത്വയി, അവിടുന്ന്. ബാലകൈ സമം, ബാലകന്മാരോടുകൂടി. ലീലാനിരതേ, ലീലയിൽ മുഴുകുമ്പോൾ. അർഭക, കുട്ടികൾ. ഫലസഞ്ജയ വഞ്ചനകൃത, ഫലസമൂഹം ചതിവിൽ അപഹരിച്ചതിലുള്ള കോപത്താൽ. തവ, അങ്ങയുടെ. മൃദ്ഭോജനം, മണ്ണാഹാരം. ഊജിരെ, പറഞ്ഞു പരത്തി. ഹരിവും. സാരം. മറ്റൊരിക്കൽ കൂട്ടുകാർ പറിച്ച പഴമെല്ലാം ഭഗവാൻ അവർക്ക് കൊടുക്കാതെ ഭക്ഷിച്ചതിനാൽ കോപം കൊണ്ട് കണ്ണൻ മണ്ണു തിന്നു എന്ന് അവർ യശോദയോടു കള്ളം പറഞ്ഞു. ഹരിവും.